വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ചെറിയ പഫ് വരുന്ന സ്ലീവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിഷ്യൂവിൻ്റെ ക്ലോത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഫുൾ ബ്ലൗസും ഈ ഒരു സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവ് മാത്രമാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ആ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ തുണി ഞാൻ 4ആയിട്ട് ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല സ്ലീവിന്. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഈ ഭാഗം, താഴത്തെ ഭാഗം കൂടി എടുത്തിട്ട് 10.5 കേട്ടോ എടുക്കുന്നത്. തയ്യൽത്തും കൂടെ കൂട്ടിയാണ് 10.5, അല്ലാതെ എനിക്കൊരു 10 മതി. കറക്റ്റ് അവിടെ നിന്ന് താഴോട്ട് ഞാൻ ഒരു 3.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ നമ്മൾ സ്ലീവ് വരച്ചെടുക്കുന്നത് അതേ രീതി വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വരച്ചെടുത്തിൻ്റെ അവിടുന്ന് മുകളിലേക്ക് 5 ഇഞ്ച് ഞാൻ പൊക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു പഫാണ് ഞാൻ കൊടുക്കുന്നത്. അവിടുന്ന് ഇതേപോലെ ഒരു കേവ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ വരച്ച അവിടെയാണ് നമ്മൾ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നോർമലി നമ്മൾ സ്ലീവ് വരയ്ക്കുക, എങ്ങനെയാണോ സ്ലീവ് വരയ്ക്കുന്നത് അതുപോലെ വരച്ചിട്ട് നമുക്ക് എത്രയാണോ പഫ് പൊങ്ങി നിൽക്കേണ്ടത് അത്രത്തോളം. 5 വേണ്ടാത്തവർക്ക്, അധികം പൊങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പം അതിനനുസരിച്ച് 2 3 ഒക്കെ കൊടുക്കാം കേട്ടോ ഈ പൊക്കം. എന്നിട്ട് ഇതേപോലെ നമ്മളൊരു കേവ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കേവിൻ്റെ അവിടെ ഞാനൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത്രമാത്രം. പിന്നെ നമ്മൾ സ്ലീവ് എങ്ങനെയാണോ ഇവിടെയാണ് നമ്മൾ ചെറിയ പഫ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വലത്തുനിന്നും ഇടത്തുനിന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലത്തോട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ. ഞാൻ 2 സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി. എപ്പോഴും നമ്മൾ ഒരു പ്ലേറ്റ് ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഒരു സൈഡിലേക്കായിരിക്കും. സ്ലീവിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്താൽ നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ട് ഉപയോഗിക്കാം. അതേപോലത്തെ ബ്ലൗസിൻ്റെ കൂടെ, സാരീസിൻ്റെ കൂടെ മാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇടത്തോട്ടാണ് കേട്ടോ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് സെൻറ്റർ കഴിഞ്ഞിട്ട് പിന്നെ വലത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് പ്ലേറ്റ് പൊങ്ങി നിൽക്കും കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും പൊങ്ങി നിൽക്കും. അപ്പോൾ എനിക്ക് ഇച്ചിരി പൊങ്ങി നിൽക്കണം. അപ്പോൾ 2 സ്ലീവും അതേ രീതി ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ബ്ലൗസിൽ കറക്റ്റായിട്ട് സെൻറ്റർ നോക്കിയിട്ട്, സ്ലീവിൻ്റെ സെൻറ്റർ അതേപോലെ ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ. നല്ല ഭംഗിയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ എന്താ പറയുക, പഫൊക്കെ യൂസ് ചെയ്യുന്നവർക്കേ ഇത് ഇഷ്ടപ്പെടത്തുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ പൊതുവേ ഉള്ള ധാരണയാണ് വണ്ണം തോന്നിക്കും. വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പഫ് കൊടുത്താൽ വണ്ണം തോന്നിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പഫ് ജസ്റ്റ് ഒരു മേളിലൊരു 2 പ്രില്ലിട്ട് കൊടുക്കുന്നതിന് വണ്ണമൊന്നും തോന്നിക്കത്തൊന്നുമില്ല. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ക്ലോത്ത് ഉണ്ടെങ്കിൽ, നമ്മൾ ഈ സാരിയുടെ വിത്ത് ബ്ലൗസിനൊക്കെ തീരെ ക്ലോത്ത് കാണത്തില്ല കേട്ടോ. അതിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. ആ ബ്ലൗസൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ ആ ഡിസൈൻ ചെയ്ത് തരൂ, ഈ ഡിസൈൻ ചെയ്ത് തരൂ. ആകെ അതിനകത്ത് 80 കാണത്തുള്ളൂ, 1 മീറ്റർ പോലും കാണില്ല ബ്ലൗസ്. അതിലൊക്കെ ചെയ്തെടുക്കാൻ പാടാണ് കേട്ടോ. പ്ലീസ്, ഇനി നിങ്ങൾ ടൈലറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്തിൽ പ്രത്യേകം ഡിസൈനൊന്നും പറയരുത്. നമ്മൾ തന്നെ ബിംഗ്ലസി ആയിരിക്കുന്ന സമയമായിരിക്കും അത്. പിന്നെ നമ്മുടെ കൈയുടെ വണ്ണം അത് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഈസിയാണ് ഈ സ്ലീവ് ചെയ്യാനായിട്ട്. നമുക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മുടെ പഴയ ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ സ്ലീവ് മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ മെഷർമെൻറ്റിൽ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് ആ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഈസിയാണ്. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് പാറ്റേൺ ആണത് സ്ലീവിൻ്റെത്. പക്ഷെ അത് നമ്മൾ
അത് തന്നെ നമ്മൾ ശീലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നോർമലി നമുക്ക് സ്ലീവ് വരയ്ക്കാനായിട്ട് മറന്നു പോകും. അറിയാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തതും ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുക്കുവാണേ. കറക്റ്റ് സെൻറ്റർ ജോയിൻ ചെയ്തിട്ട് ഇതേ രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഡിസൈൻ നോർമലാണ് കേട്ടോ, എല്ലാവരും ചൂസ് ചെയ്യുന്നൊരു പാറ്റേൺ ആണ് സ്ലീവ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് അധികം ഇങ്ങനെ പഫ് പൊങ്ങി നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ 5 ഇഞ്ചൊന്നും മുകളിലോട്ട് കൊടുക്കുകയോ വേണ്ട. ഒരു 2, 2.5, 3 അതിൽ കൂടുതലൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നന്നായി പൊങ്ങി നിൽക്കുന്നതെന്ന് ആഗ്രഹമുള്ളവർ 6, 7 ഒക്കെ കൊടുത്തോളും, പ്രശ്നമില്ല, നന്നായി പൊങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതാണോ കറക്റ്റ് മെത്തേഡ് എന്നൊക്കെ ചോദിച്ചാൽ ഇതൊന്നും അല്ല കേട്ടോ കറക്റ്റ് മെത്തേഡ്. പക്ഷേ ബിഗിനേഴ്സിന് ഇതായിരിക്കും ബെറ്റർ. ഞാൻ കൂടുതലും ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാറ്. അല്ലാതെ ഇത് വലിയ പ്രൊഫഷണൽസ് കണ്ടിട്ട് ഇവളെന്ത് തേങ്ങയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. ബിഗിനേഴ്സിന് ഇതായിരിക്കും ബെറ്റർ. കാരണം ഞാൻ അങ്ങനെയൊക്കെ ട്രിക്സ് നോക്കി പഠിച്ചൊരു വ്യക്തിയാണ് കേട്ടോ. സോ നമുക്ക് ഇതായിരിക്കും ബിഗിനേഴ്സിൻ്റെ മൈൻഡിൽ ഈസി ആയിട്ടുള്ള മെത്തേഡായിരിക്കും അവർക്കൊന്നുകൂടെ യൂസ്ഫുൾ ആവുന്നത്. ഭയങ്കര കട്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അവർ കണ്ടിട്ട് വെറുതെ പോകത്തേ ഉള്ളൂ. നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പോലും ആർക്കും തോന്നത്തില്ല. സോ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്താൽ ട്രൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സ്ലീവ് ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ.